വനം വകുപ്പിനും വന്യജീവി ആക്രമണങ്ങൾക്കുമെതിരെ പതിവില്ലാത്ത ചില ശബ്ദങ്ങൾ ഉയരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വാഗ്ദാനങ്ങളും പ്രസംഗങ്ങളും ആത്മാർത്ഥമായിരുന്നു എന്ന് കരുതിയ നിരവധി മലയോര കർഷകർ ഇന്ന് ജീവനോടെയില്ല. നിരവധി പേരെ വന്യമൃഗങ്ങൾ കൊന്നു. മറ്റു ചിലർ വന്യജീവികൾ നശിപ്പിച്ച കൃഷിയിടങ്ങൾ ഉപേക്ഷിച്ച് എങ്ങോട്ടൊക്കെയോ പോയി. അതിന് തയ്യാറാകാത്ത ധിക്കാരികളെ തല്ലിയോടിക്കാൻ ചതുരുപായങ്ങൾ പയറ്റുന്ന വനംവകുപ്പ് ഒടുവിൽ മതമിളകിയെത്തിയത് തൊമ്മൻകുത്തിലായിരുന്നു. സർക്കാർ കണ്ണടച്ചു. ഭരണത്തിന്റെ 9 വർഷം വന്യജീവികളെയും വനംവകുപ്പിനെയും അഴിച്ചുവിട്ടവർ ഇപ്പോൾ വന്യജീവി ശല്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നു. കാട്ടുപന്നിയെ കൊന്നാൽ മണ്ണെണ്ണയാണോ വെളിച്ചെണ്ണയാണോ ഉപയോഗിക്കുന്നതെന്ന് നോക്കാൻ പോകേണ്ട കാര്യമില്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ട് ആരെങ്കിലും കൊന്ന പന്നിയെ കറി വെക്കുമോ? ഇല്ല. കാരണം ഭരിക്കുന്നത് വനംവകുപ്പാണ്. തൊമ്മൻകുത്തിൽ കൈവശ ഭൂമിയിലെ കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരസ്യമായി നശിപ്പിച്ചു. സർക്കാർ എവിടെയായിരുന്നു? കഴിഞ്ഞ ദിവസം തൊടുപുഴ തഹസിൽദാർ നടത്തിയ അന്വേഷണത്തിൽ കുരിശ് സ്ഥാപിച്ചിരുന്ന സ്ഥലം ജണ്ടയ്ക്ക് പുറത്ത് ജനവാസ മേഖലയിലായിരുന്നു എന്ന് കണ്ടെത്തി. മുൻപ് വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിൽ ഇവിടുത്തെ 4005 ഏക്കർ വനഭൂമിയാണെന്നാണ് പറഞ്ഞിരുന്നത്. റവന്യൂ വനം വകുപ്പ് സംയുക്ത പരിശോധന നടത്താൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നിയമാനുസൃതമുള്ള കൈവശ ഭൂമിയിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഭൂമി ആരുടേതാണെന്ന് തീരുമാനിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. 2016 മുതൽ ഇക്കഴിഞ്ഞ ജനുവരി വരെ കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 1128 പേരാണ്. പരിക്കേറ്റവർ 8480. കടിക്കാൻ വരുന്ന വിഷപ്പാമ്പുകളെ കൊന്നാൽ പോലും വനംവകുപ്പ് കേസെടുക്കുന്ന ഏതെങ്കിലും നാട് ലോകത്ത് വേറെ എവിടെയെങ്കിലുമുണ്ടോ? 2016 ഏപ്രിൽ മുതൽ കഴിഞ്ഞ വർഷം നവംബർ വരെ 8 വർഷത്തിനിടെ 600-ലധികം ആളുകൾ പാമ്പുകടിയേറ്റ് മരിച്ചു. ഏറ്റവും ദ്രോഹം 1972 കേന്ദ്ര വനം വന്യജീവി നിയമമാണ്. അക്കാലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന നിയമം പക്ഷെ BJP മാറ്റില്ല. അതുള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ തീരില്ല. ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന ജീവികളെ കൊല്ലാമെന്ന നിയമത്തിൽ വകുപ്പുണ്ടെങ്കിലും നടപടിക്രമങ്ങൾ അപ്രായോഗികമാണ്. ആ നിയമത്തെ കുറ്റം പറയുന്ന സംസ്ഥാനത്തിന്റെ 1961 വന നിയമവും ജനദ്രോഹപരമാണ്. അതിന്റെ ചുവട് പിടിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കേരള വന ഭേദഗതി ബിൽ 2024 മലയോര കേരളത്തിന്റെ ഭരണം വനംവകുപ്പിനെ ഏൽപ്പിക്കുന്നതായിരുന്നു. എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? ഈ കാലഹരണപ്പെട്ട നിയമങ്ങൾ മുന്നിൽ വെച്ചാണ് കോടതികൾ വിധി പറയുന്നത്. 1972 വനം വന്യജീവി സംരക്ഷണ നിയമത്തെ കുറ്റം പറയുന്ന സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 9 വർഷം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന് കൊടുത്ത കുറെ നിവേദനമല്ലാതെ മറ്റൊന്നും കാണില്ല. ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നത്തിൽ സമാന പ്രതിസന്ധി നേരിടുന്ന മറ്റ് സംസ്ഥാനങ്ങളെയും ഉൾപ്പെടുത്തി ദേശീയ തലത്തിൽ പ്രക്ഷോഭം നടത്തുകയോ പാർലമെന്റിൽ യോജിച്ച പോരാട്ടം നടത്തുകയോ ചെയ്തിട്ടില്ല. അടുത്തിടെ സർക്കാർ ഇക്കാര്യത്തിൽ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. വന്യജീവികളെ കൊല്ലാൻ നിയമാനുസൃതം എന്ത് ചെയ്യാനാകുമെന്ന ആലോചനയാണ്. മുൻകൈ എടുക്കുന്നത് വനം വകുപ്പും നിയമവകുപ്പുമാണ്. വനം വകുപ്പ് ഉൾപ്പെട്ട ഏതെങ്കിലും പഠനമോ റിപ്പോർട്ടുകളോ ജനങ്ങളെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ പറയണം. ഈ ആലോചനകളിലൊന്നും എന്തുകൊണ്ടാണ് കർഷക സംഘടനകൾ ഇല്ലാത്തത്? മറ്റൊരു ദുരന്തം കൂടി ആസന്നമായിരിക്കുന്നു. മെയ് 15 വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധി ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് വനഭൂമിയായി എന്തെങ്കിലും റിസർവ് ചെയ്യപ്പെട്ടിട്ടുള്ള ഭൂമി റവന്യൂ വകുപ്പിനോ റവന്യൂ വകുപ്പ് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വനേതര ആവശ്യങ്ങൾക്കായി കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ 3 മാസത്തിനകം തിരിച്ചെടുത്ത് വനംവകുപ്പിന് കൈമാറണം. അവ തിരിച്ചെടുക്കാനാവാത്ത വിധമായിട്ടുണ്ടെങ്കിൽ കൈവശക്കാരിൽ നിന്ന് വില ഈടാക്കി വനംവകുപ്പിന് വനവൽക്കരണത്തിനായി കൊടുക്കണം. ഏറ്റെടുക്കൽ 1 വർഷത്തിനകം പൂർത്തിയാക്കണം. സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. വനം വകുപ്പിനെ ചുമതല ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ആയിരക്കണക്കിന് കർഷകരുടെ പട്ടയഭൂമികളെ ഇത് ബാധിക്കാനിടയുണ്ട്. ഏലം കൃഷിക്കായി പാട്ടമായും പട്ടയമായും നൽകിയിരിക്കുന്ന 2,15,720 ഏക്കർ ഭൂമി തങ്ങളുടേതാണെന്ന് വനം വകുപ്പ് അവകാശപ്പെട്ടിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ വാദം നടക്കുകയാണ്. വനം റവന്യൂ വകുപ്പുകൾ തമ്മിൽ ഏകോപനമുണ്ടാക്കി യഥാസമയം റിപ്പോർട്ട് നൽകാൻ പോലും സർക്കാരിന് കഴിഞ്ഞില്ല. ഇത് വനഭൂമിയാണെന്ന് വിധി വന്നാൽ കേരളം കണ്ട ഏറ്റവും വലിയ കുടിയൊഴിപ്പിക്കലിന് വഴിയൊരുങ്ങും. ഭയാനകമാണ് ഈ സംസ്ഥാനത്തെ സ്ഥിതി. ഈ അനാസ്ഥകളെല്ലാം കൺമുന്നിലുള്ളപ്പോഴാണ് സർക്കാരും CPM-ഉം വന്യമൃഗങ്ങൾക്കും വനം വകുപ്പിനുമെതിരെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. വന്യമൃഗ നിയന്ത്രണത്തിന് ലോകത്താകെ നടപ്പാകുന്നത് നായാട്ട് പോലത്തെ നടപടിക്രമങ്ങളാണെന്നും ഇന്ത്യയിലും അതിന് അനുമതി വേണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. മുൻ മന്ത്രിയും CPM നേതാവുമായ EP ജയരാജൻ പാലക്കാട് പറഞ്ഞത് വന്യമൃഗശല്യത്തിന് പരിഹാരമില്ലെങ്കിൽ വെടിവെച്ചും അമ്പെയ്തും മൃഗങ്ങളെ കൊല്ലാൻ കൃഷിക്കാരോട് പറയുമെന്നാണ്. മലബാറിലും ഇടുക്കിയിലുമൊക്കെ ജനപ്രതിനിധികളും പ്രാദേശിക നേതാക്കളുമൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. ചക്കിട്ടപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയാൽ വന്യജീവികളെ വെടിവെച്ച് കൊല്ലുമെന്ന് CPM നേതാവായ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. എത്ര വന്യജീവികളെ കൊന്നു? 9 കൊല്ലവും ഇവിടെ ഭരിച്ചത് നിങ്ങളായിരുന്നുവെന്ന് ഈ നേതാക്കളെയൊക്കെ ഓർമ്മിപ്പിക്കട്ടെ. സംഭവങ്ങളെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വനംവകുപ്പ് ആസൂത്രിതമായൊരു കുടിയിറക്ക് ലക്ഷ്യമിടുന്നുണ്ട്. ഒരു പതിറ്റാണ്ടിലേറെ കേന്ദ്ര സർക്കാരും
ഒരു പതിറ്റാണ്ടോടടുത്ത് സംസ്ഥാന സർക്കാരും തുടരുന്ന നിശബ്ദതയിൽ ദുരൂഹതയുമുണ്ട്. അല്ലെങ്കിൽ ആലുവ മൂന്നാർ രാജപാത പുനരുദ്ധാരണത്തിലും സങ്കീർണ പ്രശ്നങ്ങളില്ലാത്ത തൊമ്മൻകുത്തിലെ ഭൂമി കാര്യത്തിലുമൊക്കെ സർക്കാർ ഇങ്ങനെ നോക്കുകുത്തിയാകില്ലായിരുന്നു. തൊമ്മൻകുത്തിൽ കൈവശാവകാശ ഭൂമിയിലെ കുരിശ് പിഴുത വനംവകുപ്പിനെതിരെ ജാതിമത ഭേദമന്യേ സ്വന്തം വീട്ടുമുറ്റങ്ങളിൽ ജനങ്ങൾ ഉയർത്തിയ കുരിശ് കേരളം കണ്ടിട്ടില്ലാത്ത സമരമാർഗമാണ്. തെരഞ്ഞെടുപ്പ് അടുത്തു, ഭരിക്കുന്നവർ തുടരുമെന്ന് പറയുമ്പോൾ വന്യജീവി ആക്രമണങ്ങളും വനംവകുപ്പിന്റെ കാട്ടുഭരണവും ഭൂമി അധിനിവേശവും ഒക്കെ തുടരുമെന്നല്ലേ മലയോര ജനതയ്ക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഉമ്മയും ഒറ്റും ഒന്നിച്ചു വേണ്ട.